ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ഒരു ജാക്കറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്ന പുതിയൊരു മോഡൽ ജാക്കറ്റാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. അതിന് ഞാൻ ഇതുപോലെ 4ആക്കി മടക്കിയിട്ടുണ്ട്. മടക്കിയ ശേഷം ഇതുപോലെ നമുക്ക് 4 ലെയർ കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി കോട്ടിൻ്റെ ലെങ്ത്താണ്, നിങ്ങൾക്ക് എത്ര ലെങ്ത്താണ് വരേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 14 ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. പ്ലസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 16 ഇഞ്ച് എടുക്കുകയാണ്. അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും 1.5 ഇഞ്ച് താഴെ നമുക്ക് നല്ല വീതിയിൽ മടക്കി തയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് 1.5 ഇഞ്ച് എടുത്തു. വീതി ടോട്ടൽ വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ കൈക്കുഴി 7 ഇഞ്ച് തന്നെ എടുക്കാം. ഇനി ഇവിടെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അത് ഫ്രണ്ട് ഭാഗത്തെ ലെങ്ത്താണ് കേട്ടോ. അത് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി ഇവിടുത്തെ വണ്ണം, ചെസ്റ്റ് റൗണ്ടിലത്തെ വണ്ണം എന്ന് പറയുന്നത് 9.5 ഇഞ്ചാണ്. പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും എടുക്കാം. താഴ്ഭാഗത്തും ആ ഒരു സെയിം മെഷർമെൻറ്റ്സ് തന്നെയാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ബാക്ക് സൈഡിൽ ചെറിയൊരു നെക്കാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഇത് രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഈ മടങ്ങിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയാണ് താഴെ ഒരു ടൈ പോലെ കെട്ടാനും നമ്മൾ വയ്ക്കണത്. അപ്പോൾ ഇങ്ങോട്ടും താഴേക്ക് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ കൈക്കുഴിക്ക് ഞാനൊന്ന് ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെട്ടണം, അതായത് ഇതിൻ്റെ അകത്ത് ബാക്ക് പീസും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കൈക്കുഴി മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ 14 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആ ഷേപ്പിൻ്റെ ഭാഗം, താഴത്തെ ഷേപ്പിൻ്റെ ഭാഗം വരെയാണ് ആ ഒരു ലെങ്ത്ത് ഞാൻ എടുക്കുന്നത്. ഇനി ഇവിടുത്തെ ഈ ഷോൾഡർ മടങ്ങിയ ഭാഗമുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ വീതി നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് നമുക്കതുപോലൊരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പം അധികം ലെങ്ത്ത് ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് കോട്ടായതുകൊണ്ട് ബാക്ക് സൈഡ് ഇത്തിരി കയറിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് 1.5 ഇഞ്ച് എടുക്കാം. ഇതെല്ലാം നമ്മൾ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതവിടുത്തെ ഓപ്പണിങ്ങിൻ്റെ വീതിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അധികം വീതി വരണ്ടെങ്കിൽ 1.5 ഇഞ്ച് എടുക്കാം. ഇനി ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് സ്ക്വയർ ഷേപ്പല്ല, ഒന്ന് ചെരിച്ച് ആ ലൈൻ മാർക്ക് ചെയ്തല്ലോ 2 ഇഞ്ച്, അങ്ങോട്ട് വേണം നിങ്ങൾ ചെരിച്ച് കട്ട് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. ഇവിടെ നെക്കിന് പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് പോവാണ്. കാരണം നമ്മൾ മുകളിൽ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ് കൊടുത്തത്, ഇവിടെ താഴെ 2 ഇഞ്ച്. അപ്പോൾ ആ 1 ഇഞ്ച് ഡിഫറൻസിലാണ് ആ ഒരു നെക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടുന്നത്. നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 ഓപ്പണിങ്സാണ് അതിന് വരുന്നത്. ഇനി ഇത് ബാക്ക് സൈഡ്. അപ്പോൾ അതിന് നെക്കിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാൻ, വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഇപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മളെല്ലാം ഇനി പൈപ്പിംഗ് ഒക്കെയാണ് ഇനി വെക്കാനുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡിൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പൈപ്പിംഗ് വെക്കാൻ വേണ്ടി കുറച്ച് പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നീളമുള്ള തുണി എടുക്കുക, കാരണം നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് താഴെ വരെ പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നീളം കിട്ടുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അത്ര ഇഞ്ച് തുണി നമുക്ക് പൈപ്പിങ്ങിനായിട്ട് വേണം. അപ്പോൾ 2 സൈഡും കൂട്ടുമ്പോൾ 46 ഇഞ്ചും പിന്നെ ഈ നെക്കിൻ്റെ ഭാഗത്തും കൂടി വയ്ക്കാനുള്ള പൈപ്പിംഗ് വേണം. അപ്പോൾ ആ നീളത്തിൽ തുണി കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവിനുള്ള തുണി എടുക്കണം. അപ്പോൾ ഇനി ഞാൻ ലൈനിങ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുണി ഞാൻ 4ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവിനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ച് ഞാൻ എടുക്കണതാണ്. ഇനി ഇവിടുത്തെ താഴത്തെ വണ്ണം 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ഷേപ്പ്
വരച്ച് കൊടുക്കുകയാണ്. താഴത്തെ പോയിന്റിലും ഇതുപോലെ ജോയിൻ ചെയ്യുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ക്രേപ്പ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ലൈനിങ്ങും ആ സ്ലീവിൻ്റെ പീസും അതുപോലെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നല്ല വശം ഇതുപോലെ ടോപ്പിൻ്റെയും നല്ല വശം വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു വശവും ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്ലീവ് ഞാൻ ഫുള്ളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് വേണ്ടാത്തവർക്ക് ലൈനിങ് ഇല്ലാണ്ട് നമുക്ക് ഈ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഈ നെക്കിൻ്റെ ഇവിടെയാണ് ഇനി പൈപ്പിംഗ് വയ്ക്കാനുള്ളത്. ഇനി താഴെ നമുക്ക് കെട്ടാനുള്ള തുണി എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 24 ഇഞ്ച് ഉണ്ട്. വീതി ഒരു 3.5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഈ തുണീനെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അറ്റം വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം ചേർത്തിട്ട് ജോയിൻ ചെയ്തിട്ട് ആ തുണീനെ ഒന്ന് തിരിച്ചിടുക, പൈപ്പിംഗ് ചെയ്യണ പോലെ തന്നെ. ഇനി ടോപ്പിൻ്റെ നല്ല വശത്തായിട്ട് എവിടെയാണ് നമുക്ക് കെട്ട് വേണ്ടത്, അപ്പോൾ അവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് നീക്കിയിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുന്നേ തയ്ച്ച് വെച്ചിരിക്കുന്ന പൈപ്പിംഗ്, അത് നല്ല വശത്തേക്ക് ഇട്ടിട്ടുള്ള പൈപ്പിംഗ് ആണ്, അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വേണം, ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പം ഇത് കെട്ടിന് വേണ്ടിയുള്ള ആ താഴ്ഭാഗം കെട്ടി വയ്ക്കാനുള്ള പീസാണത്. ഇതിൻ്റെ അറ്റത്തായിട്ട് വേണം നിങ്ങൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിൻ്റെ ചുറ്റും അതിൻ്റെ ഓപ്പണിങ് സൈഡും താഴത്തെ ഭാഗവും ഒക്കെ നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കും. അതുപോലെ അവിടെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ മറിച്ചിട്ട് റോങ് സൈഡിലേക്ക് മടക്കി ഉള്ളിലേക്ക് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈ ഭാഗവും അതുപോലെ തന്നെ നമുക്ക് വൃത്തിയിൽ കിട്ടും. ഇതുപോലെ ചുറ്റിയിട്ട് ഈ ഒരു ഭാഗം വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ തുണീനെ ഇതുപോലെ മടക്കുക, കേട്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ പൈപ്പിംഗ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കെട്ടാനുള്ള ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ആ പൈപ്പിങ്ങിൻ്റെ ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരും. ഇനി അടിഭാഗം ഇനി മടക്കി തയ്ക്കണം. അപ്പോൾ ആ 1 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയാണ്. ഈ ഒരു സൈഡ് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുകയാണ്. ബാക്ക് സൈഡിലത്തെ നെക്ക് ഇതുപോലെ തന്നെ പൈപ്പിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വലിയൊരു പീസ് തുണി വേണം നിങ്ങൾ എടുക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു വലിയ പീസ് ആക്കിയിട്ട് ഇതുപോലെ നിങ്ങൾ പൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഒന്നുകൂടി കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഭാഗം മടക്കി തയ്ക്കേണ്ടത്. ഇനി ബാക്ക് വശത്തെ താഴ്ഭാഗം ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തെ താഴ്ഭാഗവും ഇതുപോലെ മടക്കി തയ്ക്കാം. അപ്പോൾ എല്ലായിടത്തും നമ്മൾ പൈപ്പിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡ് ഭാഗമാണ് ഇനി ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തുണീനെ ഞാൻ ഇതുപോലെ റോങ് സൈഡിലേക്ക് മറിച്ചിട്ടേക്കാണ്. ഇനി സ്ലീവിൻ്റെ വീതി എത്രയാണ് അതൊക്കെ മാർക്ക് ചെയ്യുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ജോയിൻ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡ് ഭാഗം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു കോട്ട് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഇത് നമുക്ക് ജോർജറ്റ് ഫ്ലെയറുള്ള കുർത്തി തയ്ച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ജാക്കറ്റ് ഇടാം. അപ്പോൾ ഈ ഒരു ജാക്കറ്റ് നമുക്ക് ക്രേപ്പ് ഫാബ്രിക് വെച്ചും ചെയ്യാം. അപ്പോൾ പ്ലെയിൻ ജോർജറ്റ് കുർത്തി തയ്ച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഫ്ലോറൽ പ്രിൻ്റുള്ള ക്രേപ്പ് ഫാബ്രിക് വെച്ചിട്ട് കോട്ട് തയ്ച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്ലോറൽ പ്രിൻ്റുള്ള ജോർജറ്റ് തുണി എടുത്തിട്ട് കുർത്ത തയ്ച്ചേക്കാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അത് ജാക്കറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ അതിൻ്റെ മാച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജാക്കറ്റ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.